ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 27, ക്ഷീരാബ്ദി മഥനവും കൂർമാവതാരവും. ദുർവാസാവോ മഹർഷിക്കു ദേവനാരി നൽകിയൊരു കൽപ്പകപ്പൂമാല മുനി ഇന്ദ്രനു നൽകി. ഐരാവതം മാല നശിപ്പിച്ചു മുനി കോപിഷ്ഠനായി, ജരാനര ബാധിക്കട്ടെ എന്നു ശപിച്ചു. ജരാനര ബാധിച്ച ദേവേന്ദ്രനും സുരാരികളും അസൂരന്മാരോടു തോറ്റു ദുഃഖിതരായി. ബ്രഹ്മരുദ്രാദികളൊത്തു സുഖോദ്ഭവസ്ഥാനമായ ബ്രഹ്മസ്വരൂപ നിന്നുടെ ശരണം തേടി. ഭക്തർക്കു വാരങ്ങൾ നൽകും ഗുരുവായൂരപ്പ ഭവൻ ബ്രഹ്മസ്തുതി കേട്ടു മുന്നിൽ പ്രത്യക്ഷനായി. അസൂരന്മാരോടു ചേർന്നു അമൃതു കടഞ്ഞെടുക്കൂ അസുരാരിയായ ദേവൻ അരുളി ചെയ്തു. ദേവാസുര സന്ധിയായി ഘടഘോരം മന്ദരത്തെ കൊണ്ടുപോകും നേരമതു താഴെ വീണുപോയി. ദേവദേവൻ മന്ദരത്തെ ഗരുഡന്റെ പുറത്തേറ്റി പാലാഴിയിൽ സമംഗളം സ്ഥാപിച്ചുവല്ലോ. ഔഷധി ബീജങ്ങളുള്ള പാലാഴിയിൽ ദേവാസുരർ വാസുകിയെ കയറാക്കി മതിച്ച നേരം, ദേവാനിന്റെ കാപട്യത്താൽ വാസുകിതൻ തലഭാഗം അസുരജനങ്ങൾ തൻ്റെ കൈകളിലായി. കലങ്ങി മാറിയപ്പെട്ട പാലാഴിയിൽ ഭാരം മൂലം മന്ദരപർവ്വതം മെല്ലെ താണുപോയല്ലോ. ദേവദുഃഖം തീർക്കുവാനായി ദേവദേവൻ നാരായണൻ കൂർമ്മമായി പാലാഴിയിൽ അവതരിച്ചു. സർവവ്യാപിൻ അവിടുന്നു അതീവ വിസ്തൃതമായ വജ്രത്തെക്കാൾ കഠിനമം പുറംചട്ടയാൽ താണുപോയ മന്ദരമം പർവ്വതത്തെ മെല്ലെ പൊക്കി പാലാഴിയിൽ മഥനവും തുടർന്നുവല്ലോ. മന്ദരമുയർന്ന നേരം ദേവാസുരർ ഉത്സാഹത്താൽ മഹാവിഷ്ണു അവരിലേക്ക് ആവേശിച്ചു. അതു കണ്ടു മഹോത്സാഹികളുമായി ശക്തി വർദ്ധിച്ചു. തിരച്ചിലിൻ വേഗം കൂടി മന്ദരവും പൊങ്ങി വന്നു. ത്രിവിക്രമൻ തൻ്റെ കയ്യു മുകളിൽ വെച്ചു. ആകാശത്തു ബ്രഹ്മരുദ്ര ദേവാദികൾ ഇതു കണ്ടു ആഹ്ലാദത്താൽ പുഷ്പവൃഷ്ടി നടത്തിയല്ലോ. വാസുകിതൻ വിഷക്കാറ്റു അസുരർക്കു വിഷമമായി. ദേവകളും അത്യധികം ബുദ്ധിമുട്ടവേ ഭഗവാനെയവിടുത്തെ കാരുണ്യത്താൽ ദേവന്മാരിൽ അതിവർഷമുണ്ടായല്ലോ. അത്ഭുതം തന്നെ. ഏറെ നേരം മതിച്ചിട്ടും മാറ്റമുണ്ടാവാത്തതിനാൽ ഏറ്റെടുത്തു മഥനത്തെ ഭഗവാൻ സ്വയം. വാസുകിയെ വലിച്ചു നൽമഥനത്തെ നടത്തുന്ന വാസുദേവാ എൻ്റെ രോഗം മാറ്റിത്തരേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.